മൊബൈൽ തുറന്നാൽ ഇപ്പോൾ എപ്പോഴും വരും സ്ക്രീൻ നിറയെ പരസ്യം കാരണം ഇപ്പോൾ മൊബൈൽ തുറക്കാൻ പറ്റുന്നില്ല, തുറന്ന അപ്പോൾ ഒരു പരസ്യം. ഇതിനുള്ള ഒരു പ്രതിവിധിയുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നോർമലായിട്ട് വരുന്ന നമ്മുടെ സ്ക്രീനിൽ വരുന്ന പരസ്യത്തിന് ഒരു പ്രതിവിധിയുണ്ട്. അത് നമ്മുടെ ക്രോമിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറൊരു തരത്തിലുണ്ട്. നമ്മൾ അനാവശ്യമായിട്ട് തേർഡ് പാർട്ടീസിൻ്റെ ആപ്പുകൾ കുത്തി നിറച്ചിട്ടുണ്ടാകും നമ്മുടെ മൊബൈലിൽ. ഒരുപാട് തേർഡ് പാർട്ടീസിൻ്റെ ആപ്പുകൾ അവർ നിങ്ങളെ ഹാക്ക് ചെയ്തിട്ടിടുന്നതാണ്. അത് പോയിപ്പിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. നമുക്ക് നോർമലായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ, ക്രോമിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. മറ്റതാണെങ്കിൽ നിങ്ങൾ ഏത് ആപ്പാണോ അത് അൺഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഡാറ്റാസും ക്യാച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് നോട്ടിഫിക്കേഷൻ വരാതിരിക്കൂ. അങ്ങനെ ഒരുപാട് പേർ പറ്റുന്നുണ്ട്. അനാവശ്യമായിട്ട് ഒരുപാട് ആപ്പുകൾ കയറ്റിയിട്ട്, തേർഡ് പാർട്ടീസിൻ്റെ ആപ്പുകൾ കയറ്റിയിട്ട് അവർ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസൊക്കെ ചോർത്തിക്കൊണ്ട് പോകുന്ന ഒരുപാട് അവസ്ഥകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, നമുക്ക് അനാവശ്യമായിട്ട് തേർഡ് പാർട്ടീസ് ആപ്പുകൾ നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോർമലായിട്ട് ഞാൻ റെഡിയാക്കി തരാം. മറ്റുള്ള നിങ്ങൾ തന്നെ റെഡിയാക്കണം. കാരണം നിങ്ങൾ ആപ്പിൽ കയറിയിട്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വിടണം. ഏത് ആപ്പാണോ അത് അൺഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ വരുന്ന പരസ്യങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ. നോർമലായിട്ടുള്ള ആപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ആവുന്ന കൂടി ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി എടുക്കുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്ത് വെക്കണേ. വീഡിയോയിലോട്ട് പോകാം. ഈ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. എന്തെങ്കിലും നമ്മൾ കാര്യമായിട്ടുള്ളൊരു സംഗതി എടുത്ത് നോക്കുമ്പോൾ അപ്പോഴേക്ക് വേണ്ടി പരസ്യം വരും. അത് പരസ്യം പലതരത്തിൽ വരാം. നമുക്ക് നോർമലായിട്ട് മൊബൈലിൽ സെറ്റിങ്സ് ഓണായി കിടക്കുന്ന ചില സംഭവങ്ങളാണെങ്കിൽ നമുക്ക് അത് ഓഫായി കഴിച്ചാൽ നമുക്കത് മാറ്റാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും തേർഡ് പാർട്ടീസ് ആപ്പുകൾ ഡൗൺലോഡ് ആക്കിയിട്ടാണ് അത് വരുന്നത്, ആ ആപ്പ് തന്നെ ഡിലീറ്റ് ആക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറയാം, നമ്മൾ മൊബൈലിൽ വരുന്ന കോമൺ ആയിട്ടുള്ള നമ്മുടെ ഇഷ്യൂ ആണെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യുന്നത് ഞാൻ പറയാം. നമ്മൾ ആദ്യം ക്രോമിലോട്ട് പോകുക. ക്രോമിലോട്ട് പോകുന്നു. ക്രോമിൽ നമ്മൾ ഈ മുകളിൽ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നമ്മൾ സെറ്റിങ്സിലോട്ട് പോകുന്നു. അതിനിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റിലായിരിക്കണം. നമ്മൾ സെറ്റിങ്സിലോട്ട് പോയിട്ട് അവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ എടുക്കുന്നു. ആ സൈറ്റ് സെറ്റിങ്സിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ വേണ്ടത്, നോട്ടിഫിക്കേഷനാണ് അല്ല. തേർഡ് പാർട്ടി സൈൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. തേർഡ് പാർട്ടി സൈനിൻ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്ന ഇവിടെ ആഡ്സ് ആണ്. ഇവിടെ ആഡ്സ് ഞാനിവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ബ്ലോക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും, അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിക്കൊള്ളട്ടെ. അപ്പോൾ ഇനിയും ഒരുപാട് ഇൻഫോർമേഷൻ സംബന്ധമായിട്ടുള്ള, ടെക് സംബന്ധമായിട്ടുള്ള, ക്രിപ്റ്റോ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ ബൈ.